ഹലോ മൈ ഗൈസ്, അപ്പൊ നമ്മൾ വന്നതെന്ന് വെച്ചാൽ പുന്നൂർക്കുളത്തിന്റെ മണ്ണിലാണ്. പുന്നൂക്കാവ് ഭഗവതി ക്ഷേത്ര വേല മഹോത്സവമാണ് 26 ബാൻഡ് സെറ്റ് തമ്പോല അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികൾ നടക്കും. 27 അതിഗംഭീര പരിപാടിയാണ് ഈ മണ്ണിൽ നടക്കാൻ പോണേ. ശിങ്കാരിമേളം, തെയ്യം അങ്ങനത്തെ കലാരൂപങ്ങളുമായിട്ട്. അപ്പൊ എങ്ങനെയാണ്, ഞാൻ ഉണ്ടാവും, നിങ്ങൾ ഉണ്ടാവില്ലേ? അമ്പലക്കാര്യങ്ങളും പൂരവിശേഷങ്ങളും നമുക്ക് അമ്പല കമ്മിറ്റിക്കാരോട് ചോദിക്കാം. തൃശൂർ ജില്ലയിലെ പുന്നയൂർക്കുളം പഞ്ചായത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ഭഗവതി ക്ഷേത്രമാണ് പുന്നൂക്കാവ് ഭഗവതി ക്ഷേത്രം. മീനമാസത്തിൽ ഉത്രം നാളിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠാ ദിനം കൊണ്ട് വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കാറുള്ളത്. 10 കഴിഞ്ഞ ചൊവ്വാഴ്ച ഈ ക്ഷേത്രത്തിലെ വേല മഹോത്സവം, തുടർന്ന് മകരം 20-ാം തീയതി മുതൽ പാട്ട് കൂറയിടാറുണ്ട്. മകരം 20-ാം തീയതി പാട്ട് കൂറയിടൽ, തുടർന്ന് 3 മാസത്തോളം നീണ്ടു നിൽക്കുന്ന കളംപാട്ട് ഉത്സവം. അത് കഴിഞ്ഞ് കേരളത്തിലെ നാനാഭാഗങ്ങളിൽ നിന്നും ഇവിടെ വിട്ടുപോയിട്ടുള്ളവരും ബാക്കിയുള്ള ആളുകളും ഇവിടെ പൂജ വെപ്പും കുട്ടികളെ എഴുത്തിനിരുത്തുന്ന പരിപാടികളും വിപുലമായി ആഘോഷിക്കാറുണ്ട്. വേലയുടെ രാവിലെ വിശേഷ പൂജകളും, അതിനുശേഷം വൈകുന്നേരം വിവിധ കലാപരിപാടികളെല്ലാം, വരവുകൾ, തിറ, തെയ്യം, കരിങ്കാളി എന്നിവയെല്ലാം ക്ഷേത്രത്തിൽ വരുന്നതാണ്. ഒരുപാട് തിരക്കുള്ള ആഘോഷമായിട്ടുള്ള വേലയാണ് ഇവിടെ കൊണ്ടാടാറുള്ളത്. വിവിധ ദൂരദേശങ്ങളിൽ നിന്നടക്കം ആളുകൾ വരാറുണ്ട്. പെട്ടത് വഴിപാട് കളമ്പാട്ട് ഉത്സവമാണ്. ദൂരദേശങ്ങളിൽ നിന്ന് ഒരുപാട് പേർ സ്ഥിരമായി കഴിക്കുന്നവരും പിന്നെ പുതുതായിട്ട് കഴിക്കാനും ആഗ്രഹിക്കുന്നവരെല്ലാം നടത്താറുണ്ട്. മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് കളമ്പാട്ട് കഴിച്ചാൽ പെട്ടെന്ന് നടക്കാനുള്ള അനുഭവങ്ങളുണ്ട് ഓരോരുത്തർക്കും കഴിച്ചിട്ട്. എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ പുന്നൂക്കാവ് അമ്പലത്തിലെ ഉത്സവത്തിനെ പറ്റിയിട്ടാണ്. അതായത് ഇവിടെ ഗംഭീരമായ ഉത്സവം തന്നെയാണ്. 10-12 കമ്മിറ്റിക്കാര് ഓരോ കോലങ്ങളായിട്ട് ഉത്സവമായിട്ട് വരണതും, പിന്നെ തുടക്കത്തില് വെച്ചാല് കാലത്ത് മറ്റേ വേറൊരു സമുദായക്കാര് കാലത്ത് കാളി കെട്ടിയിട്ട് വരും. വന്നിട്ട് ഇവിടെ പുന്നൂക്കാവ് ക്ഷേത്രത്തിൽ വന്ന് ദേവിയുടെ മുന്നിൽ അവര് ഈ ഒരു ദക്ഷിണ മേടിക്കലുണ്ട്. അതായത് ഇവിടുന്ന് പട്ട് മേടിക്കും. അവരുടേതായുള്ള അവകാശങ്ങളൊക്കെ മേടിച്ച് പോകുന്ന ഒരു രംഗാണ് കാലത്ത് തന്നെ ഉണ്ടാവുക. അത് കഴിഞ്ഞ് പിന്നെ 3 മണിക്ക് നമ്മളെ വടക്കും ഭാഗത്ത് നിന്ന് പഞ്ചവാദ്യത്തോട് കൂടിയിട്ടാണ് ക്ഷേത്രത്തിൽ പ്രവേശനം നടത്തുന്നത്. അത് വന്ന് കഴിഞ്ഞതിന്റെ ശേഷമാണ് അമ്മയുടെ കോലമായ തെറ എന്ന് പറയുന്ന അത് 5:30 മണിക്ക് നമ്മുടെ അമ്പലത്തിലേക്ക് പ്രവേശിക്കുന്നത്. അത് കഴിഞ്ഞതിന്റെ ശേഷമാണ് നമ്മുടെ കാവിലെ വെളിച്ചപ്പെട്ട് ഇവിടെ ഈ നടക്കി നിന്ന് വെളിച്ചപ്പെടലും ഇവിടുത്തെ വെളിച്ചപ്പാട് അതിന് കൽപ്പന കൊടുക്കലും അവര് പിരിച്ചുവിടുന്ന ഒരു ഭാഗമാണ് പിന്നെ കാണുന്നത്. കരിങ്കാളിയായിട്ട് അവര് കാവിലോട്ട് പോകുന്ന ഒരു രംഗമുണ്ട്. അതൊക്കെ പഴയ കാലത്ത് മറ്റുള്ള കാരണന്മാര് ചെയ്തു വെക്കുന്ന ഓരോ ആചാരങ്ങളാണ്. ആ ആചാരങ്ങൾ അതേപടി ഇപ്പോഴും നടന്നു വരുന്ന ഒരു ക്ഷേത്രമാണ് പുന്നൂക്കാവ്. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ 13 കമ്മിറ്റിക്കാരും ഉത്സവത്തില് ഓരോ കോലങ്ങളായി തെയ്യനായിട്ടും കണ്ണൂര് തെയ്യനായിട്ടും അങ്ങനെ പല കോലങ്ങളുമായിട്ട് അവര് ഈ ഇവിടുത്തെ ചെറുപ്പക്കാർ ആൺകുട്ടികൾ വന്ന് അവരവരെ സമയത്തിന് വന്ന് കയറുന്നു. ഉത്സവം അതിഗംഭീരമായി നടത്തും.